നിനക്ക് സുഖമല്ലേ എന്ന് ചോദിക്കാനായിട്ട് 100 മനുഷ്യന്മാരുണ്ടാവും. എന്താ സുഖമാണോ എന്ന് ചോദിക്കും ഇല്ലേ മനുഷ്യൻ, നമ്മളാരെ കണ്ടാലും സുഖമല്ലേ എന്ന് ചോദിക്കും. അങ്ങനെ കുറേ ആളുകളുണ്ടാവും. പക്ഷേ നിനക്കെന്താ ഒരു സുഖമില്ലാത്ത പോലെ ഇരിക്കണത് എന്ന് ചോദിക്കാൻ അത്രയധികം ആളുണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾ ഒരു പ്രത്യേക സ്വഭാവമുള്ളവരാണ്. അവർ നമ്മളായിട്ട് വളരെ നമ്മളെ ശരിക്കും നന്നായി മനസ്സിലാക്കുന്ന ആളുകളാണ്. നമ്മുടെ മുഖത്തിൻ്റെ നമ്മുടെ ഭാവവ്യത്യാസവും നമുക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ അവരത് കണ്ട് മനസ്സിലാക്കുന്ന ആളുകളാണ്. മറ്റുള്ളവർ വെറുതെ ഇങ്ങനെ ചോദിച്ചു പോവുള്ളൂ, അതായത് നിനക്ക് സുഖമല്ലേ, അത് വെറുതെ ഒരു ചോദ്യം മാത്രം, ഒരു വെറും ചോദ്യം മാത്രമാണ്. അപ്പോൾ മാത്രമല്ല, ചില ആളുകൾ നമ്മുടെ എല്ലാ ദുഃഖത്തിലും സുഖത്തിലും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ആളുകളുണ്ട്. ചില ആളുകൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, സന്തോഷങ്ങളിൽ മാത്രം ഉണ്ടാവും. ചില ആളുകൾ ദുഃഖം വരുമ്പോൾ അവരൊന്നും ഉണ്ടാവില്ല. സന്തോഷങ്ങളിൽ നമ്മുടെ കൂടെ ആരും ഇല്ല എന്ന് വെച്ചാലും കുഴപ്പമില്ല. ദുഃഖം വരുമ്പോൾ നമുക്ക് ആളുകൾ നമ്മളെ തേടി വരുന്ന ആളുകളാണ് നമുക്ക് വേണ്ടത്. സന്തോഷത്തിൽ ഇപ്പോൾ നമുക്ക് ആളുകൾ വന്നാൽ നല്ലത് തന്നെ, പക്ഷേ വന്നില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് അത്ര വിഷമം തോന്നില്ല. പക്ഷേ നമ്മൾ ദുഃഖിച്ചിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മളടുത്ത് നമ്മൾ വിചാരിക്കുന്ന ആളുകൾ നമ്മളെ കാണാൻ വരുമോ, നമ്മളോട് സംസാരിക്കുകയോ ചെയ്തില്ലെങ്കിൽ നമുക്കതൊരു വലിയൊരു വിഷമമാണ്. നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് വെറുതെ നമ്മുടെ പുറത്തൊന്ന് തട്ടിക്കഴിഞ്ഞാൽ വരെ നമുക്കത് വലിയൊരു ആശ്വാസമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നമുക്ക് നമ്മുടെ സൗഹൃദ വലയത്തിൽ എപ്പോഴും അങ്ങനെയുള്ള ആളുകളെ വേണം നമ്മൾ കൂട്ടിച്ചേർക്കാനായിട്ട്. അല്ലാതെ നിനക്ക് സുഖമാണോ നിങ്ങൾക്ക് സുഖമാണോ എന്ന് മാത്രം അങ്ങനെ ഒരു ഇതായിട്ട് ചോദിച്ചു പോണ ആളുകളെക്കാൾ നല്ലത് നിനക്കെന്ത് സുഖമില്ലേ എന്ന് ചോദിക്കുന്നത് വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുമായിട്ട് സൗഹൃദം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ആ സൗഹൃദം നമ്മൾ വിട്ട് കളയാതെ നമ്മളിപ്പോഴും നമ്മുടെ കൂടെ ചേർത്ത് നിർത്താനും നമ്മൾ ശ്രദ്ധിക്കണം.